30 സെക്കൻഡും നവീനിയാണ് കൂടെയുള്ളത്. ക്ലബ് FM 9. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. കാലത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് മാസിന് ഓർഡർ ചെയ്ത ബുക്സ് പാർസൽ വന്നത്. മറുവാൻ അതൊക്കെ എടുത്ത് നോക്കുന്ന തിരക്കിലാണ്. 2-3 ബുക്സ് അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മൾ ബാർബിക്യൂ ചിക്കൻ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളെ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠനും ഹസ്ബൻഡും ചേർന്ന് കോഴിയൊക്കെ അറുക്കുന്ന തിരക്കിലാണ്. ഇത്തിരി സങ്കടകരമായ കാഴ്ചയാണ്. എങ്കിലും ചിക്കൻ കഴിക്കുന്ന കാലത്തോളം നമ്മൾ ഈ പാചകം ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ബാർബിക്യൂ ചിക്കനിൽ ചേർക്കാനുള്ള മസാലയായിട്ട് പെരി മസാലയാണ് ഉണ്ടാക്കുന്നത്. പെരി സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല തവണയായിട്ട് ഞാൻ ഈ പെരി സോസ് റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാനത് കാണിക്കുന്നില്ല. ഇതിനായിട്ട് ഞാൻ പിരിയമുളകൊക്കെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചു. എന്നിട്ട് ചിക്കനൊക്കെ നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കേണ്ട സമയമാകുമ്പോഴേക്കും ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. മസാലയൊക്കെ നന്നായി ചേർത്ത് പിടിപ്പിച്ച ചിക്കനിലേക്ക് ചിക്കൻ ബ്രോസ്റ്റ് പൗഡർ കൂടി അല്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഉച്ചയൂണിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണ് ചോറൊക്കെ ഉണ്ടാക്കിയത്. നമ്മുടെ കിളിക്കൂട്ടിൽ കിളി മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അടയിരിക്കുന്നത് കാണാം. ഞാൻ ക്യാമറയുമായി ചെല്ലുന്നത് കണ്ടപ്പോൾ അത് പറന്നു പോയതാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അല്പനേരം ഒന്ന് മയങ്ങി. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതിനായി ഞാൻ കുറച്ച് പൊട്ടാറ്റോസ് തൊലി കളഞ്ഞ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നന്നായി ഉടച്ചെടുത്ത് അതിലേക്ക് അല്പം റെഡ് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്കറിയിലുണ്ടായിരുന്ന ബീഫ് എടുത്തിട്ട് നന്നായി മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായി കുഴച്ച് ഉരുളകളാക്കി എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും 1 മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് അതിലിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുകയേ വേണ്ടൂ. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ അപ്പൂസൊക്കെ വന്ന് എന്നെ ഇടയ്ക്ക് സഹായിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ മക്കളും ഹസ്ബൻഡും ചേർന്ന് ബാർബിക്യൂക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഇഷ്ടികയും സിമൻറ്റും ഒക്കെ എടുത്തു വെച്ച് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാണുന്ന അടുപ്പ്.
കുഴക്കാനോ ഉണ്ടാക്കാം. അപ്പോൾ മക്കളും ബാപ്പയും ചേർന്ന് ചിക്കൻ ചുട്ടെടുക്കുന്ന നേരത്ത് ഞാൻ മയോണൈസ് തയ്യാറാക്കാമെന്ന് കരുതി. മയോണൈസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെ ഞാൻ 2 വെളുത്തുള്ളി അല്ലിയും 1 മുട്ടയും 2 പിരിയം മുളകും അല്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് 2-3 തവണയായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പെരി പെരി സോസിന് വേണ്ടി തയ്യാറാക്കി വെച്ച പിരിയം മുളകിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചേർത്തത്. അപ്പോൾ നമുക്ക് മയോണൈസ് നല്ല റെഡ് കളറിൽ കിട്ടും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. രാത്രിയിലേക്ക് കുബൂസോ പൊറോട്ടയോ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നായിരുന്നു കരുതിയത്. അപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ സഹോദരിയും മക്കളും അൽഫാമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കുബൂസൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഞാൻ കുറച്ച് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ചു. നമ്മുടെ ബാർബിക്യൂ ഒക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന അൽഫാമും ബാർബിക്യൂ ചിക്കനും ഒക്കെ ചേർന്ന് നല്ല കിടിലൻ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വന്നുകൊണ്ട് നല്ല രസമായിരുന്നു. നമ്മുടെ നുന്നുവിൻ്റെ കുഞ്ഞാണിത്. മക്കളൊക്കെ കുറേ നേരം എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ എല്ലാവരും അവർ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. പതിവ് പോലെ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.